ഹലോ ചങ്ങായിമാരെ, കഴിഞ്ഞ ദിവസമാണ് ബിനു അഡ്മാലി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, അഥവാ കോമഡി ആർട്ടിസ്റ്റ് ജിനീഷ് എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് ക്യാമറാമാനെ റൂമിൽ കയറ്റി ഇടിക്കുകയും തല്ലുകയും കൂടാതെ ആ വ്യക്തിയുടെ ക്യാമറ തല്ലിപ്പൊളിക്കുകയും ചെയ്തതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്താൽ മതി, വീഡിയോ കാണാവുന്നതാണ്. ആ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയണ്ടായിരുന്നു, ഈ ജിനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയത്തിൽ ഒരു 80% ആ വ്യക്തി പറയുന്നത് ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പിന്നീട് ബിനു അഡ്മാലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ വരികയും പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ അദ്ദേഹം എവിടെയെങ്കിലുമൊക്കെ വന്ന് പറയും എന്നും അറിയാം. അതുകൊണ്ട് തന്നെ അതെല്ലാം കേട്ടിട്ട് പറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യും എന്നും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്ന ബിനു അഡ്മാലിയുടെ ഇൻ്റർവ്യൂസ് പല ചാനലുകളിലും വന്നതായിട്ടും ഇൻ്റർവ്യൂ കൊടുത്തതായിട്ടും നമ്മൾ കണ്ടു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു, നമ്മുടെ ട്രൂ ട്രീവിലെ പാലക്കാരൻ്റെ ഒരു ചാനലിൽ അല്ലെങ്കിൽ പാലക്കാരൻ വന്നിട്ട് ബിനു അഡ്മാലിയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായി. അഥവാ ബിനു അഡ്മാലിനെ വെള്ളപൂശുക എന്നത് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചാനൽ ലാസ്റ്റ് പറയുകയും ചെയ്തിരുന്നു വെള്ളപൂശയിൽ ഇത്രത്തോളം എത്തിയെന്ന്. പിന്നെ ഈ പാലക്കാരനെ കുറിച്ച് പ്രത്യേകം ഒന്നും പറയണ്ടല്ല, അയാൾക്ക് ഭാഗ്യേറിയ കോടാലി പോലെയാണ് അയാളുടെ ചാനൽ, അയാളുടെ വീഡിയോസ്, അയാൾ പറയുന്ന കാര്യങ്ങളും. ഉദാഹരണത്തിന് വേണമെങ്കിൽ മിഥു മോഹൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യക്ക് കാരണം ആ വ്യക്തിയുടെ കാമുകിയാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിനെ, അഥവാ അക്ഷയ എന്ന് പറയുന്ന പെൺകുട്ടിനെ വല്ലാത്ത രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ ഇയാളുടെ ചാനൽ ഇയാൾ വിളിച്ച് കൂണൊക്കെ നമ്മൾ കേട്ടതാണ്. അന്ന് ഞാൻ ഇയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഇയാൾക്കെതിരെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാലയുടെ വിഷയമൊക്കെ വന്നപ്പോൾ ഇയാളുടേതായ തോന്നിവാസങ്ങൾ കാണിക്കേണ്ടായിരുന്നു ഇയാൾ ചാനലിൽ കൂടി. അത് തന്നെയാണ് ഈ ബിനു അഡ്മാലിയുടെ വിഷയത്തിൽ ബിനു അഡ്മാലിനെ ന്യായീകരിക്കാനായിട്ട് ഇയാൾ വന്നതും ഇയാൾ വീഡിയോ ചെയ്തതും ഇയാൾ പറയുന്നതും. ആദ്യം തന്നെ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. എന്തായാലും ഈ പറയുന്ന പാലക്കാരനിലേക്ക് പോകുന്നില്ല, അത് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. അയാളുടെ നെഗറ്റീവ് മാത്രം പറയാൻ തന്നെയായിട്ട് 2-3 മണിക്കൂർ 4-5 മണിക്കൂറൊക്കെ വേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ചിലവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പറയണ്ടായിരുന്നു, ബിനു അഡ്മാലി സ്വന്തം വയ്യാത്ത കുഞ്ഞിൻ്റെ തലയെ തൊട്ടടക്കം സത്യം പറയുന്നുണ്ട്, അയാളുടെ കണ്ണീര് കണ്ടാൽ തന്നെ നമുക്കറിയാൻ കഴിയും ബിനു അഡ്മാലി പറഞ്ഞൊക്കെ ശരിയാണ്. ഈ ജിനീഷ് എന്ന് പറയുന്ന ഈ ഫ്രീലാൻസ് ക്യാമറാമാൻ അയാൾക്ക് സെലിബ്രിറ്റി ആവാനും സോഷ്യൽ മീഡിയ സ്പേസ് കിട്ടാനും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ലഭിക്കാനൊക്കെ വേണ്ടിയാണ് ഇതുപോലെ ഒരു കള്ളക്കഥ അടിച്ചിറക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചില കൂട്ടുകാരന്മാർ വന്നിട്ട് നമുക്ക് പറയണ്ടായിരുന്നു. അതിലൊരാൾ ലിങ്കും വിട്ടെന്നുണ്ടായി നമ്മുടെ പാലക്കാരൻ്റെ. ഞാനത് നേരത്തെ കണ്ടതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ബിനു അഡ്മാലി ഒരുമാതിരി സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണല്ല വയ്യാത്തൊരു കുട്ടിയുടെ പോലും തലേത്തോട്ട് സത്യം ഇമ്മാതിരി പരിപാടിക്ക്. ആദ്യം തന്നെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ബിനു അഡ്മാലിനെ ഈ പേരിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാമ്യം എടുക്കുകയാണ് ചെയ്തത്. അതും പോരാനിട്ട് ഈ പറയുന്ന സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ 2 മാസത്തേക്ക് ബിനു അഡ്മാലിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടൊക്കെയാണ് ഇങ്ങനെ കാലൊക്കെ പിടിച്ചത് കയറിയത്. അത് നമുക്ക് സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ തന്നെ പറയുന്നത് നമുക്ക് കുറച്ച് കേൾക്കാം, എന്താണ് ഉണ്ടായതും ബിനു അഡ്മാലി അങ്ങനെ ചെയ്തോ ഇല്ലേ എന്നുള്ളതൊക്കെ. അതിനു മുമ്പ് ബിനു അഡ്മാലിയുടെ ഈ വിഷയത്തിൽ തന്നെ ഈ ജിനീഷ് എന്ന് പറഞ്ഞ പയ്യൻ പറയണ്ടായിരുന്നു, ബിനു അഡ്മാലിക്ക് ഒരുപാട് വലിയ ആൾക്കാരെയായിട്ട്, അഥവാ ഈ ജഡ്ജി അതുപോലെ അല്ലാണ്ട് കമ്മീഷണർ അങ്ങനെ വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പയ്യൻ ചങ്ങായിനെ ഭീഷണിപ്പെടുത്തിയത്. അപ്പം ബിനു അഡ്മാലി അതും പറയുന്നുണ്ട്, എന്ത് ജഡ്ജിനെയാ അങ്ങനെയാ അവരെയാ, ഞാനൊക്കെ ഒരു പാവമാണ്, എനിക്കിങ്ങനെ ആരെയും പരിചയമില്ലെന്നൊക്കെ ഈ പറയുന്ന പാലക്കാരൻ്റെ വീഡിയോയിൽ തന്നെ ബിനു അഡ്മാലി പറയുന്നുണ്ട്. നമുക്ക് ഒരു ചെറിയൊരു ക്ലിപ്പ് കേട്ടോക്കാം. ബിനു അഡ്മാലി ഈ ജഡ്ജി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ ഒരു ഡയലോഗ് അടിക്കണ്ടല്ലോ, അതൊന്ന് കേട്ടോക്കാം. പിടിച്ചു, കഴുത്തിന് കുത്തി പിടിച്ചു, പിന്നെ എന്തൊക്കെയാണ് അടുത്ത എന്തൊക്കെയാണ്? അവന്റെ ക്യാമറ തല്ലി പൊളിച്ചു, മുറിയിലിട്ട് ഇടിച്ചു എന്ന് പറയുന്നു. ജഡ്ജിയായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ജഡ്ജിയായിട്ട് ബന്ധമുണ്ട്. പിന്നെ എന്താണ്? കേരളത്തിലെ കംപ്ലീറ്റ് കൊട്ടേഷൻ ടീമിന്റെ ചെറിയ പാർട്ടിയുടെ അടുത്തല്ല ഞാൻ നിൽക്കുന്നത്. കേട്ടില്ലേ, ജഡ്ജിയെ പരിചയമുണ്ടെന്നൊക്കെ ഈ പറഞ്ഞ പയ്യൻ അദ്ദേഹത്തിന്റെ ചാനലിൽ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ബിനു അഡ്മാലിക്ക് ജഡ്ജിയെ പരിചയമുണ്ട്, കൊട്ടേഷൻ ടീമിനെ പരിചയമുണ്ട്, ഇവരൊക്കെ പരിചയമുണ്ട് ബിനു അഡ്മാലി പറയുകയും അങ്ങനെ പറഞ്ഞിട്ടാണ് ബിനു അഡ്മാലി ഈ വ്യക്തിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ പാലക്കാരൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണ് ആ ചാനലിൽ ആ വ്യക്തി കൊടുത്ത് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ബിനു അഡ്മാലിക്ക് ജഡ്ജിയെ പരിചയമുണ്ട്, കൊട്ടേഷൻ ടീമിനെ പരിചയമുണ്ട് എന്നൊക്കെ പറയുന്നത്. ബിനു അഡ്മാലി ജനിക്കുക ജഡ്ജിനെ എന്തോ അറിയാത്ത പിള്ളയെ പോലെയാണ് പറയുന്നതെങ്കിൽ ബിനു അഡ്മാലിയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസിൽ ബിനു അഡ്മാലി പറയുന്നുണ്ട്, എനിക്ക് അവരിവരൊക്കെ പരിചയമുണ്ട്, പക്ഷെ ഞാൻ പരിചയം നടിക്കാറില്ല, അത് വെച്ച് ഞാനൊന്നും നേടാറില്ല എന്നൊക്കെ. അപ്പം പരിചയമുണ്ട് എന്ന് ബിനു അഡ്മാലിയുടെ വോയിസിൽ തന്നെ പറയുന്നുണ്ട്. ഇത് നമ്മളെ മഹേഷ് ഒന്നും ഡബ് ചെയ്തൊന്നുമല്ല കേട്ടോ, ബിനു അഡ്മാലിയുടെ റിയൽ സൗണ്ടാണ്. അതൊന്ന് കേട്ട് നോക്കാം. ഞാനൊരു ദുർബല മനുഷ്യനാണ്. ഞാൻ ആരോടും ഒരു ഉപദ്രവത്തിനോ ഒന്നിനും പോകാത്ത, എനിക്ക് എൻ്റേതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ട് ഞെട്ടി
എന്നാ അടിമാലി എനിക്ക് ഇവരുടെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള. ഇനിയിപ്പം എൻ്റെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം പറ്റും. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. കാര്യം എന്നാന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് ആരെയും ഉപദ്രവിക്കാം, നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം. ഈ തുച്ഛമായ ജീവിത കാലയളവിൽ ഒരുത്തിൻ്റെ അന്നം മുട്ടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ ഒരുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല. അതിന് ശത്രു ആലപ്പൻ ഞാൻ എൻ്റെ അടുത്ത് ശത്രുത കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണിച്ചവരുടെ അടുത്ത് പോലും, കാരണം ഷൈജു അടിമാലിമാർ ഒരുപാട് പേരുണ്ട്, അവരുടെ അടുത്തൊക്കെ ഞാൻ മാറി പോന്നിട്ട് ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ ഞാനുള്ളൂ. കണ്ട നന്മ നിറഞ്ഞ പ്രാവാണെങ്കിൽ പോലും ഇത്തരം ബന്ധങ്ങളുണ്ട് എന്നൊക്കെ ജിനീഷിനോട് തന്നെ ഈ പറയുന്ന ക്യാമറമാൻ, ഫ്രീലാൻസ് ക്യാമറമാനോട് തന്നെയാണ് പറയുന്നത്. എനിക്ക് ഇവരൊക്കെ പരിചയമുണ്ട്, പക്ഷെ ഞാൻ അവരെയൊന്നും മുതലെടുക്കാറില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ അരികിൽ ചെല്ലാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അത്തരം ബന്ധങ്ങളുണ്ട് എന്ന് ഇതിൽ തന്നെ ബിനോടിമാര് പറയുന്നുണ്ട്. തള്ളാവട്ടെ സത്യമാവട്ടെ, എന്തായാലും ബിനോടിമാര് ഇത് സ്വന്തം വോയിസിൽ ഈ പറയുന്ന ജിനീഷിനോട് സംസാരിക്കുന്നതാണ്. ആ ബിനോടിമാര് തന്നെയാണ് ഇവരൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ഈ പറയുന്ന ട്രൂ കോളിൽ ട്രൂ ടിവിയിൽ പാലക്കാരൻ്റെ ആ ചാനലിലെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഇനി അതുമാത്രമല്ല ഈ ഇമോഷണലായിട്ട്, കാരണം എനിക്ക് എന്നെ തരുന്ന ക്യാമറയാണ്, അപ്പോൾ അത് ഞാൻ തല്ലിപ്പൊളിക്കില്ല എന്നാൽ 8-9 ലക്ഷം രൂപ ബിനോടിമാരോട് ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ കുറേ ഘട്ടങ്ങളുണ്ട്, സ്വന്തം വീട് പോലും വിറ്റേക്കാണ് എന്ന് പണയം വെച്ചേക്കാണ്, വിറ്റേക്കാണെന്നും പിന്നെ ഈ പറയുന്ന വയ്യാത്തൊരു കുട്ടിയുടെ തലയത്തോട്ട് സത്യമൊക്കെ ഇടുന്നത്. കണ്ണീരിൽ കുരിഞ്ഞുകൊണ്ടാണ് ബിനോടിമാർ ഇതൊക്കെ പറയുന്നത്. എന്നിരുന്നാൽ പോലും ആ സങ്കടത്തോടുകൂടി, ഈ ഇമോഷണലോട് കൂടിയുള്ള ബിനോടിമാരുടെ ഈ ഏറ്റുപറച്ചിൽ, താനൊന്നും ചെയ്തിട്ടില്ല എന്നും ഒക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് നമുക്ക് കേട്ടേക്കാം. ഇതൊക്കെ കണ്ടിട്ടുണ്ട് പലരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ബിനോടിമാർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇതിൽ ബിനോടിമാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ബിനോടിമാർ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്ന അതേ പ്രോഗ്രാമിൽ, ഏത് പ്രോഗ്രാമിൽ വെച്ചാണോ ഈ പയ്യന്, ഈ പറയുന്ന ജിനീഷ് എന്ന പയ്യന് തല്ലിക്കൊണ്ടത്, ഏതൊരു പ്രോഗ്രാമിൽ വെച്ചാണോ ഈ ജിനീഷ് എന്ന പയ്യൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ചത്, ആ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ തന്നെയാണ് വന്നിട്ട് പറയുന്നത് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ബിനോടിമാരുടെ ഈ സങ്കടം, ഇമോഷണൽ വെച്ചിട്ടുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അതൊന്ന് കേട്ടോക്കാം. ഉണ്ട് എന്നാലോട്ട് ഇന്ന് കാണാറോ വിളിക്കാറോ ഒന്നുമില്ല. ബിനു അങ്ങനെ ചെയ്യത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. അയ്യോ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വ്യക്തിയെ ഞാൻ ഇടിച്ചു എന്ന് പറഞ്ഞു. ഈ വ്യക്തി ഇടിച്ചെങ്കിൽ അവന്റെ ദേഹത്ത് എന്റെ നഖോ, അവന്റെ മുഖത്ത് ദേഹത്ത് എവിടെയെങ്കിലും ഒരു ഇടിച്ച പാടോ, ഹോസ്പിറ്റലില് ഞാനിങ്ങടെ നിൽക്കുമ്പോഴാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ എന്നെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ വരുന്നത്. SI സാറ് ചോദിച്ചു എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ഒരു വേദന സംഹാരി ഗുളിക അത് പറഞ്ഞു മേടിച്ചതല്ലാതെ അതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല ആ ഇതില്. അതുകൂടാതെ ക്യാമറ തല്ലിപ്പൊളിച്ചു വന്നത്, ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ്. ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്ത് വെച്ച് നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും എനിക്കില്ല. അങ്ങനെ ഞാൻ ചെയ്യില്ല. അങ്ങനെ നിലത്തടിക്കില്ല, അടിച്ചിട്ടുമില്ല. ഈ ക്യാമറ അവൻ അന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോയി. അവൻ അരി മേടിക്കാനാ, അതിൻ്റെ അരിമേടി മുട്ടി ക്യാമറ ഇവിടെ ഇരുന്നാന്നും പറഞ്ഞുകൊണ്ട് SI സാറിനോട് പാലാരിവട്ടം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിനീഷ് ബിനു അടിമാലി കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആരെങ്കിലും കേട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകർ അവിടെ ചെന്നിട്ട് ആ പോലീസുകാരോട് ആരോടെങ്കിലും ചോദിക്കുക ആ ക്യാമറ അവിടെ ഉണ്ടോയെന്ന്. ആ ക്യാമറ അവിടെ ഇല്ല. ആ ക്യാമറ എടുത്തുകൊണ്ട് അവൻ വർക്കിന് പോയി. അതുപോലെ അരി മേടിക്കാൻ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ശരി, ശത്രു ആണെങ്കിലും വേണ്ടില്ല, അരി മേടിക്കാൻ പോകണേ പോട്ടെ, അരി മേടിക്കാൻ പോകണേ പോകട്ടെ എന്ന് അരി മേടിക്കാൻ പോയി. അപ്പം ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറയുക, ഞാൻ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്ന് പറയുക. എന്നോട് ചോദിച്ചത് 9 ലക്ഷം രൂപ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കണം. പലരെയും വിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ കൊടുക്കാൻ നിവൃത്തിയില്ല. എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നോർമൽ കോളാണോ വിളിക്കുന്നത്? അല്ല, വാട്സപ്പ് കോളിൽ നിന്ന് വിളിക്കണം. എനിക്കറിയില്ല. വാട്സപ്പ് കോളിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് കോംപ്രമൈസ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ അവനെ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ചിട്ടില്ല. എൻ്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. അവൻ 10-55,000 രൂപ, അവന് 10,000 രൂപ ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇവൻ
യൂട്യൂബിൻ്റെ വർക്കിന് വരുമ്പോൾ എന്നോട് പറയും, ചേട്ടൻ ക്യാമറ പുറത്ത് നിന്ന് എടുക്കുമ്പോൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് എൻ്റെ ക്യാമറ ഞാൻ എടുക്കാം, ആ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വീതം ഈ പറയുന്ന ജിനീഷിന് ബിനു അടിമാലി കൊടുക്കാറുണ്ടെന്നും 52,000 രൂപയോളം ഈ പറയുന്ന ജിനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് കടം കൊടുത്തിട്ടുണ്ട് എന്നും ഉള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബിനു അടിമാലി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ബിനു അടിമാലി അവിടെ വെച്ച് തല്ലിയിട്ടില്ല എന്നും ക്യാമറ തല്ലി പൊളിച്ചിട്ടില്ല എന്നും ആ പാവ കൊച്ച് വയ്യാത്ത കൊച്ചിൻ്റെ തലയെ തൊട്ട് സത്യമിട്ട സ്ഥിതിക്ക് ബിനു അടിമാലി വർക്ക് ചെയ്യുന്ന അതേ പറയുന്ന സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഡയറക്ടറിൻ്റെ വാക്കും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. അയാൾ എന്താണ് ഈ പറയുന്നത്? അയാൾ ഈ ജിനീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കൊന്ന് കേട്ട് നോക്കാം. അദ്ദേഹം അവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നത് തന്നെ. ബാ കേട്ടോ. പ്രശ്നമാണ് അവൻ സൈഡിൽ കൂടെ നടന്നു പോണ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലേ കാരണം അവന്റെ ഭാഗത്തിൽ ന്യായം. അവിടെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു, ഈ സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഞാൻ നൂരു പറഞ്ഞാൽ അവന്റെ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല. അവൻ എത്രയും ചീത്തയും പിടിച്ച് തല്ലും പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പറയും ചെയ്തു. അപ്പൊ എനിക്കും ഇതുണ്ട്, വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ മാറ്റാത്ത കാര്യമാണ് നടന്നവിടെ. പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കയറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പ്. അത് ഇവിടുന്ന് പറഞ്ഞു വെച്ചോ, അയാൾ വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മതിചേട്ടനാണല്ലോ തുറന്ന് കയറിയതൊക്കെ. സംഭവമൊക്കെ ശരിയാണ്, നിനക്കുണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറി നടക്കുന്ന പറഞ്ഞാൽ ചെറിയ പണിയല്ലത്. ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശിയാണ്. ഇയാൾക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന കൂടെ നിൽക്കത്തുള്ളൂ. അത് വേറെ നിനക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തണം, പിന്നെ ഭാവിയിൽ ദ്രോഹിക്കരുത്, മാറ്റം പിടിക്കണം. മതിയോ? അനൂപ് ജോൺ എന്നുള്ള വ്യക്തി തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന ബിനു അടിമാലിയുടെ ഹൈപ്പർ ടെൻഷൻ കാര്യങ്ങൾ കൊണ്ടാണ് ഇമാതിരി പരിപാടി കാണിച്ചതെന്നും അതിൽ നിന്നുണ്ടായ നഷ്ടപരിഹാരം അല്ലെങ്കിൽ നഷ്ടകാര്യങ്ങളൊക്കെ ഇവർ തന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തതാണ് ഈ കേട്ടത്. അപ്പം ഇത്തരമൊക്കെ ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡയറക്ടർ ഈ അനൂപ് ജോൺ എന്ന് പറഞ്ഞ വ്യക്തി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ഇല്ലേ? അപ്പം അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഈ പറയുന്ന ബിനു അടിമാലി ആ കൊച്ചിൻ്റെ തലയിൽ തൊട്ട് സത്യം എന്താണെന്നൊക്കെ ഇത്രത്തോളം സ്നേഹമുള്ള മകളുടെ തലയിൽ തൊട്ടിട്ട്, അത് വയ്യാത്തൊരു കുട്ടിയുടെ തലയിൽ തൊട്ടിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ എല്ലാം അല്ല എനിക്കുള്ളതിൽ വെച്ച് എന്താണോ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് 2 മക്കൾ. ആ മക്കളെ തലയിൽ തൊട്ടിട്ടാണ് ഈ സത്യം ഇട്ടേക്കുന്നത് ബിനു അടിമാലി. സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്യാം, അതെവിടാ നമ്മുടെ ഭാഗത്ത് ന്യായമുള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ. കള്ളം എത്രത്തോളം വെളുപ്പിക്കാൻ നോക്കിയാലോ അങ്ങനെ വെളുക്കാൻ ചാൻസ് കുറവാണ്. ഇനി പറയാൻ പറ്റില്ല ബിനു അടിമാലിയുടെ ഭാഗത്ത് സത്യമുണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ കള്ളമാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും കാലം തെളിയിക്കും. എന്താണെങ്കിലും കള്ളമല്ലേ മോശമായ പരിപാടിയുടെയൊക്കെ അല്ലേ എത്ര നാളെന്ന് വെച്ച് ഒളിച്ചു വെക്കും. അത് ഈ പറയുന്ന വേസ്റ്റ് പോലെയാണ്. കുറേ നാൾ കിടന്നതിനെ ചീഞ്ഞ് സ്മെല്ലടിക്കും, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ദ്രവിച്ച് പോകണം. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തൊന്നും അങ്ങനെ ദ്രവിച്ച് പോകാൻ ചാൻസ് ഒന്നുമില്ല. എന്നിരുന്നാലും പോലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അത് എനിക്ക് തോന്നിയ കാര്യം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി മാത്രം. ബൈ.